ഹായ് ഓൾ, നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഓട്ടോമേഷനും ഡിജിറ്റലൈസേഷനുമാണ്. നമ്മുടെ മെയിൻ ഉദ്ദേശം, ഈ പോഡ്കാസ്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പേഴ്സണിലേക്ക് ഇങ്ങനത്തെ ഹൈ എൻഡ് ടെക്നോളജീസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളും എങ്ങനെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ഡീറ്റെയിൽസ് നമ്മൾ കോമൺ പീപ്പിൾസിനകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. കാരണം അതിൻ്റെ ഹൈ എൻഡ് ആയിട്ടുള്ള പല പല ടോപ്പിക്സും ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ കോമൺ പീപ്പിൾസിന് ഇതിനെ പിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫോക്കസിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാവേഴ്സും ഇൻഡസ്ട്രിയൽ എ ആണ് നമ്മുടെ ഡിജിറ്റലൈസേഷനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. എൻ്റെ പേര് മുരളി, ഞാൻ ഡിജിറ്റലൈസേഷൻ എക്സ്പേർട്ടാണ്. ഇത് ജിതിൻ ഫുഡ് ആൻഡ് ബീവറേജസിൻ്റെ ഡിജിറ്റലൈസേഷൻ എക്സ്പേർട്ടാണ്, അതുപോലെ ഓട്ടോമേഷൻ എക്സ്പേർട്ടാണ്. ജിഎസ് ആൻ്റണി, ആള് നമ്മുടെ ഇതിൻ്റെ എയുടെ ഇൻഡസ്ട്രിയൽ എയുടെ എക്സ്പേർട്ടാണ്. ആൻഡ് അരുൺ ജാക്കബ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് അപ്ഗ്രേഡേഷൻ്റെ എക്സ്പേർട്ടാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടന്റിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് എന്താണ് ഇത് എന്നുള്ളൊരു തുടങ്ങി വെച്ചേക്കാം അല്ലേ. അപ്പോൾ നമ്മളിതിനകത്ത് ഉദ്ദേശിച്ചേക്കണത് ഇൻഡസ്ട്രിയൽ നമ്മളവിടെ നിൽക്കട്ടെ, ആദ്യം ഡിജിറ്റലൈസേഷനിൽ മാത്രം സംസാരിക്കാം. ആക്ച്വലി ഇന്നത്തെ വേൾഡിൽ ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞത് ഒരു വലിയൊരു ബിഗ് ബോക്സ് ഒന്നല്ല. കോമൺ ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിന്റെ ഒരു പാർട്ടാണ് എന്ത് നമ്മുടെ ഡിജിറ്റലൈസേഷൻ അല്ലേ. സ്റ്റാർട്ടിങ് ഫ്രം ദ വാച്ച്, സ്മാർട്ട് വാച്ച്, മൊബൈൽ ഫോൺ, ഈവൻ ആൻഡ്രോയിഡ് ടി വി, എല്ലാതും ഒരു കണക്റ്റഡ് ആണ്. ഈവൻ നമ്മളെ സിമ്പിൾ ലാമ്പിന്റെ കേസ് പറയുകയാണെങ്കിൽ അതുവരെ AI എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞത് നോർമൽ വേൾഡിൽ കോമൺ ആണ്, പക്ഷെ ഇൻഡസ്ട്രിയൽ സൈഡിലേക്ക് അത് കമ്മിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ നമ്മുടെ ഡിജിറ്റലൈസേഷൻ ഈ ഫുഡ് ആൻഡ് ബീവറേജിൽ എത്രത്തോളം ഇപ്പോൾ വന്നിട്ടുണ്ട്, അതുപോലെ അത് എങ്ങനെയൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ആസ് എ ഗൂസ് ഓൾറെഡി ഇതിനകത്ത് നമ്മൾ എക്സ്പെർട്ടൈസ് തെളിയിച്ചൊരു ഫീൽഡാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്ന്. അതെ, ഈ ഓട്ടോമേഷൻ ഫുഡ് ആൻഡ് ബീവറേജ് ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഫെമിലിയർ ആണ്. അതെ, നമ്മളെല്ലാവരും ഈ ഓട്ടോമാറ്റിക് പ്ലാന്റ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ, ഇപ്പം ഐസ്ക്രീമാണ്, യോഗേർട്ട് ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും, അതിന് പുറകിലുള്ള പ്രോസസ്സ് ഓട്ടോമേറ്റഡ് ആണ്. മോസ്റ്റ് ഓഫ് ദ പ്രോസസ്സ് ഓട്ടോമേറ്റഡ് ആണ്. ഈ ഡിജിറ്റലൈസേഷൻ, ഇൻഡസ്ട്രിയൽ AI, ഇൻഡസ്ട്രിയൽ മെറ്റാവേഴ്സ്, ഇതൊക്കെ ഇങ്ങനെ ഇതിലേക്ക് എങ്ങനെ ഇൻകോർപ്പറേറ്റ് വരുന്നു, അത് യൂസ് കേസസ് ആവുന്നു എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസും. നമുക്കിപ്പോൾ ഒരു ജസ്റ്റ് റിയൽ ആയിട്ടുള്ള നമ്മൾ വെർച്വൽ വീഡിയോ ഗെയിം കളിച്ചവരോ അല്ലെങ്കിൽ കളിക്കുന്നത് കണ്ടിട്ടുള്ളവരോ ആയിരിക്കാം മോസ്റ്റ്ലി. അപ്പോൾ നമ്മളൊരു വെർച്വൽ സ്പേസിൽ ഗെയിമിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു, നമ്മുടെ ഒരു അവതാർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ ആ ഒരു സ്പേസിൽ നമ്മൾ ബിൽഡിങ്സ് ഉണ്ടാക്കുന്നു, നമ്മൾ ഫ്രണ്ട്സിനെ കൂട്ടുന്നു, നമ്മൾ വണ്ടി വാങ്ങിക്കുന്നു, പിന്നെ പല ടാസ്കുകൾ ചെയ്യുന്നു. നമ്മൾ റേസിങ് ചെയ്യുന്നുണ്ട്, റോബറി ചെയ്യും, മേ ബി അത് വെർച്വൽ വേൾഡാണ്. അപ്പോൾ അവിടെ റിയൽ ഉള്ള ആൾക്കാരുടെ അവതാരണ വെച്ചിട്ട് അവർ ആ സ്പേസിൽ പല ആക്ടിവിറ്റീസ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു പല സ്ഥലങ്ങളിൽ. അപ്പം ഇതേ സംഗതി നമ്മൾ വിചാരിക്കുക ഒരു ഡയറി പ്ലാന്റ് ആണ്, ഒരു മിൽക്ക് പ്രോസസ്സിങ് പ്ലാന്റ്. ഇപ്പോൾ എറണാകുളത്തോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു മിൽക്ക് പ്രോസസ്സിങ് പ്ലാന്റ്. ആ പ്ലാന്റിലുള്ള എല്ലാ ഫാക്ടേഴ്സും, അതായത് ആ പ്ലാന്റ് നിൽക്കുന്ന സ്ഥലം, ലാൻഡ്, അതിൻ്റെ ബിൽഡിങ്, അതിലുള്ള മഷീനറീസ്, ഇപ്പം മിൽക്കാണെങ്കിൽ മിൽക്ക് പ്രോസസ്സിങ്, പാക്കേജിങ്, സെക്കൻഡറി പാക്കേജിങ്, ഇങ്ങനെയുള്ള മഷീനറീസ്, അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതിലുള്ള എനർജി, ലൈക്ക് ബോയിലർ വേണം, നമുക്ക് സ്റ്റീം വേണം, വെള്ളം വേണം, ഇതിനെല്ലാം നമ്മളൊരു ഡിജിറ്റൽ സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഡിജിറ്റൽ ടിന്നായിട്ട് ജനറേറ്റ് ചെയ്തിട്ട് പിന്നെ അതിന് നമ്മൾ റിയൽ ടൈം പ്രോസസ്സ് ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, റോ മെറ്റീരിയൽ മിൽക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് മുതൽ അതിനെ പ്രോസസ്സ് ചെയ്ത് മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നു, ഷുഗർ മിക്സ് ചെയ്യുന്നത്, ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ പാക്ക് ചെയ്യുന്നു. ഇതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം എവിടെയാണ് നമ്മുടെ ലാഗ്, എവിടെയാണ് എഫിഷ്യൻസി കുറവുള്ളത്. അപ്പം ആ ഡിജിറ്റൽ സ്പേസിൽ, ഡിജിറ്റൽ ടിന്നിൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത ഡാറ്റ നമുക്ക് റിയൽ വേൾഡിൽ, അതായത് നമ്മുടെ പ്ലാന്റിൽ അപ്ലൈ ചെയ്യാം. ചിലപ്പോൾ ഒരു പാസ്ചറൈസറിൻ്റെ PID ആയിരിക്കും ട്യൂൺ ചെയ്യേണ്ടത്, ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്, അത് എൻ്റയർ പ്രോസസ്സിൻ്റെ ഭാഗമാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റ ഡ്രിവൺ ആപ്ലിക്കേഷൻ വിത്ത് ഇൻഡസ്ട്രിയൽ AI, ഇൻഡസ്ട്രിയൽ മെറ്റാവേഴ്സ്,
ആണ് ഇനി വരാൻ പോകുന്ന അതായത് ഫ്യൂച്ചർ. ആക്ച്വലായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു നമ്മളെ റോ മെറ്റീരിയൽ ഇല്ലാതെ ആ പ്രോസസ്സിന് എങ്ങനെ നടക്കും, മെഷീനറി പോലും ഇല്ലാണ്ട് ആ പ്രോസസ്സിന് എങ്ങനെ നടക്കും, എഫക്റ്റീവ് ആവും എന്നുള്ള എന്നാണ് ചെയ്യുന്നതാണ്. കാണിക്കുന്നത്. ഇപ്പോൾ ഗൂസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഈ ഗൂസിൽ നമ്മുടെ ടീം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു പ്ലാന്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, നമ്മൾ ആ പ്ലാന്റിനെ കുറിച്ചുള്ളൊരു നമ്മൾ പോയിട്ടൊരു ഫീൽഡ് ഓഡിറ്റ് നടത്തി അതിൻ്റെ ഒരു അനാലിസിസ് നടത്തും. ആ പ്ലാന്റിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ്, അതിനെക്കുറിച്ചുള്ള ഓഡിറ്റ് നടത്തും. അതിൽ എത്ര എനർജി യൂസ് ചെയ്യുന്നുണ്ട്, എത്ര വെള്ളം ഒരു ദിവസം സ്പെൻഡ് ആവുന്നുണ്ട്, പിന്നെ എത്ര ലോസ് വരുന്നുണ്ട്, പ്രൊഡക്ഷൻ എത്ര വരുന്നുണ്ട്, ആക്ച്വൽ ആ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എത്രയാണ്. ചിലപ്പം 10,000 ലിറ്റർ ആയിരിക്കും ഒരു മണിക്കൂറിൽ ചെയ്യേണ്ട കപ്പാസിറ്റി, അത് ചിലപ്പോൾ 5,000 ലിറ്റർ ആയിരിക്കും അത് യൂസ് ചെയ്യുന്നത്, പല കാരണങ്ങൾ കൊണ്ട്, മെഷീൻ്റെ ബ്രേക്ക് ഡൗൺ. ഇതെല്ലാം അനാലിസിസ് നടത്തിയ ശേഷമാണ് നമ്മൾ ഈ ഡിജിറ്റലൈസേഷൻ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ. ഇപ്പം ഡിജിറ്റലൈസേഷൻ മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനെ എല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം മൊഡ്യൂൾ ലെവലിൽ പാസ്ചറൈസർ, CIP, ഈ സ്റ്റാൻഡേർഡൈസേഷൻ യൂണിറ്റുകൾ, ഇതിനെല്ലാം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റേജിൽ പിന്നെ ഈ ഓട്ടോമേറ്റ് ചെയ്ത സാധനങ്ങളുടെ കണക്ടിവിറ്റിയാണ്. അതിന് നമ്മൾ IoT ഗേറ്റ് വേ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്യുന്നു. നമ്മൾ ഡയറി മൊഡ്യൂളാണ് ഉണ്ടാക്കുന്നത് ഓക്കെ. ഡിജിറ്റലൈസേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് സിമൻസ് ആണ്. നമ്മൾ സിമൻസിൻ്റെ എക്കോസിസ്റ്റം വെച്ചിട്ടാണ് ഈ മൊഡ്യൂൾ ഉണ്ടാക്കുന്നത്. ഈ മൊഡ്യൂൾ ഉണ്ടാക്കി ഡാറ്റ എടുത്ത് ആ ഡാറ്റേനെ പ്രോസസ്സ് ചെയ്ത് അതിനകത്ത് AI അപ്ലൈ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ നമ്മുടെ പ്ലാന്റിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യും, റീലൂപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു ലൂപ്പാണ്. റിയൽ വേൾഡും ഡിജിറ്റൽ വേൾഡും തമ്മിലുള്ള ലൂപ്പ്. ഡിജിറ്റൽ വേൾഡിൽ ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് ഇതിനുള്ള റിസൾട്ട്, ഇതിൻ്റെ ഒപ്റ്റിമൈസ്ഡ് ഡാറ്റ ഈ ഫിസിക്കൽ വേൾഡിലേക്ക് കൊടുക്കുകയാണ്. ആക്ച്വലി സീമെൻസിന്റെ ഒരു ചാനൽ പാർട്ണർ നമ്മൾ കൂടി ആയതുകൊണ്ട് ചാനൽ ഉറപ്പായിട്ടും സീമെൻസിന്റെ ഫുൾ ബാക്ക് ബോൺ സപ്പോർട്ട് സപ്പോർട്ടുണ്ട്. ഉണ്ട്. അതിന് നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ AI അപ്ലൈ ചെയ്തിട്ടുള്ള പല അനലിറ്റിക്സും നടത്തുന്നുണ്ട്. ജീസ് അത് പിന്നെ ലീഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ. എഐയുടെ പ്ലാറ്റ്ഫോംസ് ഇതിനകത്ത് നമ്മുടെ മെയിൻലി ഫുഡ് ആൻഡ് ബിവറേജിലേക്ക് വരുമ്പോഴും അല്ലാത്ത കണ്ടീഷനിലുള്ള എഐയുടെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നൊരു കാര്യമാണ് കോസ്റ്റ്. അപ്പോൾ ഗൂസിൽ നമ്മളിപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ആയിരിക്കുന്ന എല്ലാ സൊല്യൂഷൻ ക്രിയേഷനും എന്ന് പറയുന്നത് ഒരു ടെംപ്ലേറ്റ് വൈസ് ആണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമർക്കും അഡാപ്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു കസ്റ്റമർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ടെംപ്ലേറ്റ്സിൽ നിന്ന് തന്നെ വളരെ ലോ കോസ്റ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ആ കസ്റ്റമർക്ക് വേണ്ട രീതിയിൽ വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് അവരുടെ പ്ലാന്റിന് വേണ്ട രീതിയിൽ നമ്മളത് ഒരു കംപ്ലീറ്റ് സൊല്യൂഷനായിട്ട് അവർക്ക് വേണ്ടി അത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുക, പിന്നെ ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വളരെ ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യം. അപ്പോൾ നമ്മൾ എയുടെ കേസ് വരുമ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിഷൻ സിസ്റ്റംസിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ ഒരു ടെംപ്ലേറ്റ് നമ്മുടെ കയ്യിലുണ്ട്, എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് എങ്ങനെ സോഫ്റ്റ്വെയർ അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതെല്ലാം ഓൾറെഡി നമ്മൾ വിഷൻ സിസ്റ്റത്തിന് വേണ്ടി നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞത് ആ പെർട്ടിക്കുലർ കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റ ട്രെയിൻ ചെയ്യുക എന്നുള്ളൊരു പാർട്ട് മാത്രമേ അതിൽ പെൻഡിങ് ഉള്ളൂ. അപ്പോൾ ഒരു കസ്റ്റമർ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ജസ്റ്റ് ഡാറ്റ എടുക്കുക, ട്രെയിൻ ചെയ്യുക, അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. വേറെ കോസ്റ്റ് നമുക്ക് കസ്റ്റമർക്ക് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. അതുപോലെ തന്നെ ജനറേറ്റീവ് AI അപ്പോൾ ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ 1-2 നമ്മുടെ കണ്ടിന്യൂസ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ജനറേറ്റീവ് AI നമ്മൾ അവരുടെ ഡാറ്റ എടുത്തുകൊണ്ട് തന്നെ R&D എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ജനറേറ്റീവ് AI ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെ അതും ഒരു ടെംപ്ലേറ്റ് വൈസ് ആണ്. അത് നമ്മളൊരു ട്രബിൾ ഷൂട്ടിംഗ് ഗൈഡ് പോലെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ChatGPT പോലെ അവർക്കൊരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നൊരു ഇഷ്യൂ ഉണ്ട്, അതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ആസ്ക് ചെയ്ത് കഴിഞ്ഞാൽ AI തന്നെ മാനുവൽ സെർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ സെയിം പ്ലാന്റിൻ്റെ തന്നെ ഓൾഡ് ഹിസ്റ്ററി സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ ഒരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യനും അല്ലെങ്കിൽ പുതിയൊരു ടെക്നീഷ്യൻ വന്ന ഒരാളാണെങ്കിൽ പോലും മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഇൻ്റർഫേസ് കൊണ്ടിട്ട് വളരെ ഈസി ആയിട്ട് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതുപോലുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളതിൻ്റെ പ്രോട്ടോടൈപ്പൊക്കെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കി കഴിഞ്ഞു. അത് ഓൺലി ടെസ്റ്റിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത് അതൊരു സൊല്യൂഷൻ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് കസ്റ്റമേഴ്സിന് നമ്മൾ ഈ
സെയിം ഡാറ്റ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യില്ല. ഡാറ്റ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഒരു സിംഗിൾ കസ്റ്റമറിന് വേണ്ടി ചെയ്യുമ്പോൾ ഡാറ്റ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റ് ആകുന്ന പ്രോട്ടോകോൾസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു സെയിം കസ്റ്റമറുടെ കയ്യിൽ, ആ ഒരു കസ്റ്റമറുടെ കയ്യിൽ തന്നെ ഇരിക്കും. പക്ഷേ ടെക്നോളജി, ബാക്ക്ബോൺ ടെക്നോളജി ട്രാൻസ്ഫറബിൾ ആയിട്ടാണ് നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് കസ്റ്റമേഴ്സിന് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കറൻ്റ്ലി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് തന്നെ ഈ R&D ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ കസ്റ്റമറിൻ്റെ ഹെഡിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാതെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോഴും R&D ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൂസിനകത്ത് ഒരു R&D വിങ് തന്നെ ഇതിന് വേണ്ടിയിട്ട്, കാരണം ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ടൈം ആയിട്ടുള്ള ഒരു ടെക്നോളജി അല്ല, ഡെയിലി ബേസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജി ആയതുകൊണ്ട് ഒരു R&D ടീം മസ്റ്റാണ്. അത് ഓൾറെഡി ഗൂസ് സെറ്റപ്പ് ചെയ്ത ആ ഒരു വിങ് ഓൾറെഡി റണ്ണിങ് ആണെന്നുള്ളത് തന്നെ ഇതിനകത്തൊരു ഈ ഡിജിറ്റലൈസേഷൻ ഏറയിൽ എത്രത്തോളം ഗൂസിന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് വരുമ്പോൾ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളും, അതായത് ഡിജിറ്റലൈസേഷൻ എന്നുള്ളത് ഒരാളെ അടുത്ത് നമ്മൾ ഒറ്റയടിക്ക് ചെന്ന് ഒരു കസ്റ്റമറെ എടുത്ത് കൺവിൻസ് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയേഴ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ആക്ച്വലി നമ്മൾ ഓട്ടോമേഷൻ നിലവിൽ നമ്മുടെ ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ അറ്റ്മോസ്ഫിയറിൽ ഓട്ടോമേഷൻ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ഇൻഡസ്ട്രിയിൽ PLC ഇല്ലാത്തൊരു മേജർ ഇൻഡസ്ട്രി ഞാൻ കണ്ടിട്ടില്ല, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ സ്മാർട്ട് സെൻസേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട്, ഉണ്ടാവും. ആ സ്മാർട്ട് സെൻസറിൽ നിന്ന് മാക്സിമം ഡേറ്റ നമ്മൾ അക്യൂർ ചെയ്യണം. ആ ഡേറ്റ നമ്മൾ ഈ പറഞ്ഞ PLC എന്താവും, മൈക്രോ കൺട്രോളർ ആവാം, PLC ആവാം. ഇതിലോട്ട് ഈ ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് ആ ഡേറ്റേനെ നമ്മൾ ഈ ഗേറ്റ്വേസ്, IoT ഒരു ഗേറ്റ് വേ ആണ്, Edge ഒരു ഗേറ്റ് വേ ആണ്. ഈ ഗേറ്റ് വേയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഈ AI ടെക്നോളജിയിലോട്ട് വരും, അവിടെ നിന്ന് അനലൈസ് ചെയ്യും. എന്നിട്ട് ഈ അനലൈസ് ചെയ്ത ഡേറ്റേനെ നമ്മൾ ഈ പറയുന്ന ഡിജിറ്റൽ ട്വിൻ ടെക്നോളജി വഴി അതിനെ വെർച്വലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എൻ്റെ പ്ലാന്റ് തന്നെ വെർച്വലായിട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ ഓടിച്ചു നോക്കും. എന്നിട്ട് മാത്രമേ അത് റിയൽ വേൾഡിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ. അതാണ് ഈ എക്കോസിസ്റ്റത്തിനാണ് ആക്ച്വലി കംപ്ലീറ്റ് ഡിജിറ്റൽ ട്വിൻ ടെക്നോളജി എന്ന് പറയുന്നത്. സീമെൻസ് നമ്മൾ സീമെൻസ് സിസ്റ്റം ഹൗസ് ആണ്, ഗൂസ് സീമെൻസ് സിസ്റ്റം ഹൗസ് ആണ്. അത് തന്നെയാണ് നമ്മുടെ ഒരു മെയിൻ എയിം തന്നെ. ഇത് എത്രയും വേഗം കസ്റ്റമറിൽ എത്തിക്കുക. കാരണം പലരും ലാഗ് ചെയ്യാനാണ്, കാരണം ഇത് എങ്ങനെയാവും എന്ന് ഡൗട്ടാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് അതിൽ തന്നെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡിജിറ്റൽ സിസ്റ്റത്തിലോട്ട് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് എത്രയും പെട്ടെന്ന് കസ്റ്റമറിലോട്ട് എത്തിക്കുക. പിന്നെ ഓൾറെഡി ഓട്ടോമേഷൻ കമ്പനി ലോട്ട് ഓഫ് എല്ലായിടത്തും ഉണ്ട്. അപ്പം അവരുടെ ആ ഒരു പാതയിലല്ലാതെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുകയാണ് ഗൂസിൻ്റെ ഒരു മെയിൻ മോട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമറുടെ അടുത്തോട്ട് എത്തിക്കുക എന്ന് പറയുമ്പോൾ കസ്റ്റമർ മെയിനായിട്ട് നോക്കുന്ന ഒരു കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻസ് ആണ്. അപ്പം നമ്മൾ ഓരോരോ സെക്ഷൻ വൈസ് ആണ് ചെയ്യണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, ഇതൊക്കെ കസ്റ്റമർക്ക് കുറച്ചും കൂടി വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ഇതാണ്. കാരണം ഒരു വലിയൊരു ഇൻഡസ്ട്രിയിൽ ഒരു പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയാൽ അവർക്ക് ചിലപ്പോൾ ആ പ്രൊഡക്ഷൻ ഭയങ്കര, ഫോർ എക്സാമ്പിൾ ഇങ്ങനെയുള്ള ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഇൻഡസ്ട്രീസിൽ ഒരു 5 മിനിറ്റിലെ പ്രൊഡക്ഷൻ നിന്ന് പോയാൽ തന്നെ കോഴ്സ് ഓഫ് ലോസ് വരും. അവിടെ ഈ പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്ത് അവർക്ക് കസ്റ്റമർക്ക് ഇത് കൊടുക്കാൻ പറ്റിയ ആ ലോസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അവിടെയാണ് ഈ AI ടെക്നോളജിയും ഈ സിസ്റ്റത്തിൻ്റെയൊക്കെ ഏറ്റവും കൂടി ഇമ്പോർട്ടൻസ് വരുന്നത്. ആക്ച്വലി ഇതിനകത്ത് ഒരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, നോർമലി ഒരു കസ്റ്റമറുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ കൺവിൻസിങ് ചെയ്യണ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അവയർനെസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇത്രയും ഡിജിറ്റലൈസേഷൻ എന്നൊരു കൺസെപ്റ്റ് ഒറ്റയടിക്ക് നമുക്ക് ഒരു ആസ് എ കസ്റ്റമർ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു മെയിൻ കൺസേൺ എന്ന് പറഞ്ഞത് ഈ ഡിജിറ്റലൈസേഷൻ, നേരത്തെ അരുൺ പറഞ്ഞ പോലെ തന്നെ ഒരു കോസ്റ്റ്, ഒരു ഹ്യൂജ് ബേർഡൻ ആണോ, അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് ഇത് ഒറ്റയടിക്കാണോ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കിത് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് കൊടുക്കാൻ പറ്റും. ആക്ച്വലി നമുക്കത് സെക്ഷൻ വൈസ് ചെയ്യാൻ പറ്റും. ബേസിക് ഫ്രം സ്റ്റാർട്ടിങ് ഒരു പർട്ടിക്കുലർ പ്ലാന്റിലെ പർട്ടിക്കുലർ സെക്ഷൻ ആദ്യം ചെയ്യുക. ലാസ്റ്റ് ഇതെല്ലാം കൂടി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കംപ്ലീറ്റ് സിസ്റ്റം ആക്കുക. ഫോർ എക്സാമ്പിൾ ഈ എടുക്കാൻ ഞങ്ങളൊരു സോളാറിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഡേറ്റാസ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഒരു സെക്ഷൻ ചെയ്തു, ലാസ്റ്റ് ഈ എല്ലാ സെക്ഷനും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആ ഒരു സോളാർ മാനുഫാക്ചറിന് ഫുള്ളായിട്ട് അവരുടെ ഈ പ്ലാന്റിൽ അവരുടെ റൂമിലിരുന്ന് ഇത് ഫുൾ കൺട്രോൾ വ്യൂ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് വ്യൂ ചെയ്തിട്ട് വേണം അവർക്ക് അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബാറ്ററി വോൾട്ടേജ് കൂടിപ്പോയി കഴിഞ്ഞാൽ നേരെ കസ്റ്റമറെ വിളിച്ച് അലാം മെസ്സേജ് കൊടുക്കുക, അതൊക്കെ ആക്ഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് വി നീഡ് ഓൾ ദീസ് ഡേറ്റ. ഈ ഡേറ്റ കിട്ടിയാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡേറ്റ കിട്ടിയിട്ട് പ്രോപ്പർ സൊല്യൂഷൻ കൊടുക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ പ്രോപ്പർ സൊല്യൂഷൻ നമുക്ക് പല രീതിയിൽ കൊടുക്കാൻ പറ്റും.
ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും, ഇൻഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അത് ഇംപ്ലിമെൻ്റ് ചെയ്യലാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. അതായത് ഈ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് സൊല്യൂഷൻ കൊടുക്കുക. മുരളി, ഇപ്പം അരുൺ പറഞ്ഞതുപോലെ ഇപ്പം ഗൂസ് ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഈ കോസ്റ്റ് കാര്യം പറഞ്ഞല്ലോ, അതെ. കോസ്റ്റ് കൂടുതലായി ഇവർ അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അതെ ക്വസ്റ്റ്യൻ. അതെ നമ്മൾ ഇതിൻ്റെ വാല്യൂ ആണ് കസ്റ്റമറെ കൺവിൻസ് ചെയ്യുന്നത്. ഓക്കെ. ഇതുകൊണ്ട് എന്ത് മെച്ചം ഉണ്ടാകുന്നു, എന്താണ് അവരുടെ ബിസിനസ്സിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, എത്ര നാളുകൊണ്ടാണ് ആ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കിട്ടുക. കാരണം ഇത് മാർക്കറ്റ് കോമ്പറ്റീറ്റീവ് ആണ്. അതെ. ഇപ്പം നമ്മൾ പറയുന്നത് ഈ ഫുഡ് പ്രൊഡക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഈ ഫുഡ് പ്രൊഡക്ഷൻ ഇപ്പം നോക്കിയാൽ അറിയാം, നമുക്കിപ്പോൾ കിട്ടുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡിലുള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റ്, ഒരു ബിസ്ക്കറ്റ്, കേക്കോ, മിൽക്കോ, ഐസ്ക്രീമോ, ഈ മാർക്കറ്റിൽ ഇതിൻ്റെ പ്രൈസിങ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. അതെ അതെ ഓക്കെ. അപ്പോൾ ഈ പ്രൈസിങ് കോമ്പറ്റീറ്റീവ് ആവുന്നതോടൊപ്പം തന്നെ ഇതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കോസ്റ്റ് അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക. റോ മെറ്റീരിയൽ കൂടുന്നുണ്ട്, എനർജി കൂടുന്നുണ്ട്, അതെ. പിന്നെ സാലറി എല്ലാ വർഷവും സാലറി കൂട്ടുന്നു, സാലറി ഇൻക്രിമെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഇതെല്ലാ ഫാക്ടറുകളും കൂടിക്കൊണ്ടിരിക്കുന്നു, പ്രൈസ് കോമ്പറ്റീറ്റീവായി നിൽക്കുന്നു. അപ്പോൾ ഇവർ ഇതിനിടയ്ക്കാണ് അതെ. ഇതിനിടയ്ക്കാണ് ഈ ബിസിനസ് പ്രോഫിറ്റബിൾ ആകുമോ അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആക്കാൻ അവർക്ക് പറ്റും. അപ്പോൾ ഇതിനിടയ്ക്ക് വരുന്ന ലോസസുകൾ, അവർക്ക് നഷ്ടപ്പെടുന്ന ഇലക്ട്രിസിറ്റി, വെള്ളം, സ്റ്റീം, കൃത്യമായിട്ട് അവരുടെ റിസോഴ്സ് അലോക്കേറ്റഡ് അല്ല, പകുതി സമയം മെഷീൻ ബ്രേക്ക് ഡൗൺ ആണ്, സർവീസിന് തന്നെ കൂടുതൽ സമയം എടുക്കുന്നു. ഇതെല്ലാമാണ് ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഡിജിറ്റൽ സൊല്യൂഷൻ, ഓട്ടോമേറ്റഡ് ദെൻ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ, ഡിജിറ്റൽ ടിൻ സൊല്യൂഷൻ അവർക്ക് റിയൽ ടൈമിലൊരു പിന്നെ ഉപകാരപ്പെടുന്നതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്ര നാൾ കൊണ്ട് അവർക്ക് തിരിച്ചു കിട്ടുമെന്നും ഇതിൻ്റെ ഗുണം എന്തെന്ന് തിരിച്ചു എനിക്ക് തോന്നുന്നില്ല. ഒരു കോസ്റ്റ് ഒരു കൺസേൺ ആയിരിക്കും ഇന്നത്തെ മോഡേൺ ബിസിനസ്സിൽ ഒരു കൺസേൺ ആവാൻ സാധ്യതയില്ല. പക്ഷെ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും നമ്മൾ ഈവൻ അരുൺ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയിലും ഓട്ടോമേഷൻ അല്ലെ, ഒരു പരിധിവരെ ഓട്ടോമേഷൻ സ്റ്റിൽ വന്നു കഴിഞ്ഞു. ആക്ച്വലി ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റാർട്ടിങ് ഫ്രം ദ ഓട്ടോമേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഒരു സ്റ്റേജ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ബാക്കി നെക്സ്റ്റ് പാർട്സ് ആണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഒരു ചെറിയൊരു കോസ്റ്റ് അഡീഷൻ വരുന്നു, അതിന്റെ റിട്ടേൺ അവർക്ക് ബെനിഫിറ്റ്സ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളത് വരുമ്പോൾ നോർമലി അതെ, പ്രത്യേകിച്ച് ആൾക്കാർ ഇപ്പം കോസ്റ്റ് കൺസേൺ അല്ല എന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റി കൺസിസ്റ്റന്റ്, അതല്ലെങ്കിൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ ഇതിനെ കൃത്യമായി ബോധവൽക്കരണം മീൻസ് ഇത് ഇങ്ങനെയാണ്, ഇതൊരു വലിയൊരു പിന്നെ ഒരു ബാരിയറായിട്ട് കണ്ടാൽ ഈ ടൈംസ് ഒക്കെ കേൾക്കുമ്പോൾ ചിലപ്പം ഇൻഡസ്ട്രിയൽ മെറ്റാവേഴ്സ്, ഇൻഡസ്ട്രിയൽ AI, ഡിജിറ്റലൈസേഷൻ എന്നൊക്കെ കേൾക്കാത്ത വേർഡുകളാണ്. അത് കേൾക്കുമ്പോൾ അതൊരു വലിയൊരു സംഭവമാണോ, അല്ലെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അഫോർഡബിൾ ആയിരിക്കുമോ, ഡാറ്റ പോകുമോ, സെക്യൂരിറ്റി. എനിക്ക് തോന്നണത് ഇതുകൊണ്ട് എന്താണ് യൂസ് മീൻസ് ആ ടേംസ് കേൾക്കുന്നല്ലാണ്ട് ഇതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സോ അതല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്റ്റിൽ അത് അറിയില്ലായിരിക്കും. അതായിരിക്കും. അത് മാത്രമല്ല, ഇപ്പം ഓൾറെഡി നമ്മളൊരു പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ 3D മോഡൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് ക്രിട്ടിക്കൽ പ്രോസസ്സ് ആണെങ്കിൽ അത് സിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഡിജിറ്റലൈസേഷൻ, ഓട്ടോമേഷൻ. പ്ലാന്റ് ഓട്ടോമേറ്റഡ് ആയിട്ടാണ്, ഡിജിറ്റൽ സെൻസേഴ്സ് ആണ് അത് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെറ്റാവേഴ്സിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടും കൂടി മെർജ് ചെയ്യുകയാണ് ഞാൻ. ഓൾറെഡി നമ്മൾ 3D പ്ലാന്റ് ഉണ്ട്, സിമുലേഷൻ ഉണ്ട്, ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടും റിയൽ വേൾഡിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ കണക്ട് ചെയ്യുന്നതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. അപ്പോൾ സീമെൻസ് നമ്മളിപ്പോൾ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സീമെൻസിൻ്റെ പ്രൊഡക്റ്റുകൾ നോക്കുമ്പോൾ ഈ എല്ലാ പ്രൊഡക്റ്റ് ലൈനും സീമെൻസിന് ഓൾറെഡി ഉള്ളതാണ്. അതിൽ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സും ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെ നെക്സ്റ്റ് ഒരു മെർജിങ് പാർട്ട് മാത്രമാണ് നമ്മൾ ഇനിയിപ്പോൾ ഈ മെറ്റാവേഴ്സിലേക്ക് വരുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കസ്റ്റമേഴ്സിനെ നമുക്ക് ഗൂസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ നമ്മളത് കസ്റ്റമേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള ഓൾറെഡി അവയർനെസ് ഒക്കെ കൊടുത്തു തുടങ്ങി. അതിൻ്റെ ഭാഗം കൂടിയാണ് ഡിസ്കഷനിൽ ഉള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഓട്ടോമേഷൻ്റെ തന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഇപ്പോൾ ഇംപ്ലിമെന്റിങ്ങിന്റെ ആ പ്രോസസ്സ് എങ്ങനെയെങ്കിലും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇത് ഒന്ന് പറ്റുമോ? പണ്ട് ഓട്ടോമേഷൻ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് എന്താണെന്ന്, ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ടാസ്കും നമുക്ക് ഒരു ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. അതായത് അത് ഭയങ്കര പണ്ട് ഓട്ടോമേഷൻ ആൾക്കാർ ലേബേഴ്സിന് വെച്ചാൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ മെഷീൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കൂടും. പിന്നെ ഈ സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആവശ്യമില്ല.
അപ്പോൾ ആൾക്കാർ ഇത് ജോലി പോകും എന്ന് പേടിച്ചിരിക്കാറുണ്ട്. പക്ഷേ ആക്ച്വലി അത് ആ ഇൻഡസ്ട്രീനെ ഭയങ്കരമായിട്ട് ഗ്രോത്താണ് ചെയ്യണം ആക്ച്വലി. ആൻഡ് ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റിയും കൂടും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മുടെ എക്കണോമിയെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് ഓട്ടോമേഷൻ. കാരണം ഇതൊക്കെ ഈ ടെക്നോളജിയൊക്കെ നേരത്തെ പല ഫോറിൻ കൺട്രീസ് വന്ന് ഇപ്പോഴാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 5 വർഷം 10 വർഷം ബാക്കിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ ഡിജിറ്റലൈസേഷൻ സാധനങ്ങളൊക്കെ യൂറോപ്പിലും ബാക്കിയുള്ള കൺട്രീസും വന്നു. പക്ഷെ നമ്മളിത് അഡാപ്റ്റ് ചെയ്താൻ ടൈം എടുക്കും. കാരണം നമ്മളെല്ലാം ആ ഒരു അത് പയ്യെ ചെയ്യണുള്ളൂ. പക്ഷേ ഇതിന് ഒരുപാട് പിന്നെ അഡ്വാൻറ്റേജ്, ഇതിൻ്റെ പ്രാക്ടിക്കൽ അഡ്വാൻറ്റേജിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊച്ചി ഓഫീസിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന നമ്മുടെ സെൻട്രൽ മോണിറ്ററിങ് സിസ്റ്റം, നമ്മളിപ്പം ഇവിടെ ചെയ്യുന്നത് ഈ സൗത്തിലുള്ള പല ഡയറികളും ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടത്തി അതിൻ്റെ ഡിജിറ്റൽ റിപ്ലിക്ക ആക്കി നമ്മളുടെ ഡാറ്റാ സെൻറ്ററിൽ മോണിറ്റർ ചെയ്യാണ്. അപ്പോൾ ആ മോണിറ്റർ ചെയ്യുന്നതിൽ എല്ലാവരും ഉണ്ട്. അവിടെ ഡയറി ടെക്നോളജിസ്റ്റ് ഉണ്ട്, മൈക്രോബയോളജിസ്റ്റ് ഉണ്ട്, ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഡാറ്റ അവരുടെ പ്ലാന്റിൻ്റെ പ്രൊഡക്ടിവിറ്റി നോക്കുകയാണ്. നമുക്ക് മനസ്സിലാവുക ഓക്കെ ഈ മെഷീനാണ് ഡൗൺ, ഈ മെഷീനിലാണ് നമുക്ക് കെയർ വേണ്ടത്. അത് ചിലപ്പോൾ എൻറ്റയർ ലൈനിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇമ്മീഡിയറ്റ്ലി നമ്മുടെ എക്സ്പേർട്ട് കസ്റ്റമർ സർവീസ് ടീം അവരെ വിളിക്കും, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവർക്കത് സോൾവ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അവർ സോൾവ് ചെയ്യും. അതല്ലെങ്കിൽ വിത്തിൻ 6 hours നമ്മളവിടെ എത്തും, നമ്മുടെ ടീം അവിടെ എത്തും. ഇത് സർവീസ് മിക്സ് ചെയ്ത് മെയിൻ്റനൻസ് മിക്സ് ചെയ്ത ഒരു വലിയൊരു കൺസെപ്റ്റാണ്. ഓക്കെ, അതായത് ഇൻ്റഗ്രേഷൻ മാത്രം സോറി അതായത് ഇൻ്റഗ്രേഷൻ പാർട്ട് മാത്രം നമ്മൾ നോക്കിയത് കൊണ്ട് ഒരു കംപ്ലീറ്റ് ആവില്ല. കംപ്ലീറ്റ് ആവില്ല. ഇതിൻ്റെ സാധ്യതകൾ ഒരുപാടാണ്, എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. സ്റ്റിൽ അരുൺ നേരത്തെ പറഞ്ഞ ആ ഒരു കേസ്, അതായത് നമ്മളെ ജോലി പോവോ അല്ലെങ്കിൽ ആൾക്കാരുടെ അവരുടെ അതായത് മുന്നോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടാവോ എന്നുള്ള ഒരു കൺഫ്യൂഷനുള്ള ഒരു ശരിക്കും ആൻസർ കൂടിയാണ് ഇത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കുറയുന്നില്ല, പക്ഷെ അപ്സ്കിൽ ചെയ്യാണ് ചെയ്യുന്നത്. ആൾക്കാരുടെ സ്കില്ല് അപ്സ്കിൽ ചെയ്ത് അവര് അടുത്ത ഒരു പുതിയൊരു സ്റ്റേജിലേക്ക് പുതിയൊരു ജോബിലേക്ക് വരികയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്സ്കില്ല് തന്നെയാണ് ചെയ്യുന്നത്. പുതിയ ടെക്നോളജി വെച്ച് അത് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഓട്ടോമേഷൻ ആൾക്കാർ അഡാപ്റ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഈ ടെക്നോളജിയും ആൾക്കാർ അഡാപ്റ്റ് ചെയ്യണം. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ആൾക്കാരുടെ ജോലി പോകുമെന്ന് പിടിച്ചു. അതുപോലെ തന്നെയാണ് ഓട്ടോമേഷനും, അതുപോലെയാണ് ഈ ഇൻഡസ്ട്രിയിലെ എല്ലാം വരാൻ പോകണം. കാരണം നമ്മൾ ആ ടെക്നോളജിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കംഫർട്ട് സോണിലാണ്. അപ്പോൾ ഈ സ്കിൽഡ് ലേബേഴ്സ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഒരു മിഷ്യൻ സ്കിൽഡ് ആയി വരും ഓട്ടോമാറ്റിക്കലി. നമ്മൾ ഈ ടെക്നോളജി സ്കിൽഡ് ആയിട്ട് വരും ആക്ച്വലി. നമ്മളത് മോണിറ്റർ ചെയ്താൽ മാത്രം മതി. പിന്നെ ആ ടെക്നോളജിയിൽ ജീവിച്ചു പോവുക. അതാണ് ഈ സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. ഒരു പ്ലാന്റ് തുടങ്ങാൻ പോകുന്ന വിചാരിക്കും, പുതിയതായിട്ട് ഒരാൾ തുടങ്ങുക. അയാൾ ആദ്യം ഇപ്പം ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ആ സ്ഥലത്ത് കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഞാൻ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പോകുകയാണെന്നുള്ളൊരു പ്ലാൻ ചെയ്തു. അപ്പം നമ്മൾ ആ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ AI ഡാറ്റ നമ്മളെടുത്ത് തരികയാണ്. ഇത് റോഡിൽ നിന്ന് ഇത്ര ദൂരെയാണ്, പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇവിടെ അടുത്ത് വീടുകളുണ്ട്, വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഇവിടെയാണ്, വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഇവിടെയാണ്. ഇങ്ങനെയുള്ള ഡാറ്റ തന്ന് നമുക്ക് ഇൻപുട്ടുകൾ തന്നു കഴിയുമ്പോൾ നമുക്കതനുസരിച്ച് ചൂസ് ചെയ്യാം. നമുക്ക് പിന്നെ ഇപ്പോൾ ഡയറി പ്ലാന്റ് ആണെങ്കിൽ ടാങ്കർ വരണമല്ലോ, മിൽക്ക് വരണമല്ലോ. മിൽക്ക് വന്നിട്ട് എവിടെയാണ് ടാങ്കർ അൺലോഡ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് സ്ഥലം, ലൊക്കേഷൻ. കാരണം ഇൻപുട്ട് ഒരു സ്ഥലത്തും ഔട്ട്പുട്ട് വേറെ സ്ഥലത്ത്, ഡിസ്പാച്ച് വേറെ സ്ഥലത്തു നിന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഈ ഡാറ്റ ഡ്രിവൺ ആവും. ഈ ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് ഇവർ പറയുന്നത്, സജസ്റ്റ് ചെയ്യും നിങ്ങളുടെ ടാങ്കർ ഇവിടെ അൺലോഡ് ചെയ്യാം, നിങ്ങളുടെ സ്റ്റോർ ഇവിടെ വെക്കാം, കോൾഡ് റൂം ഇവിടെ വെക്കാം, വെള്ളത്തിൻ്റെ ടാങ്ക് ഇവിടെ വെക്കാം. അത് ഇൻഫ്രാസ്ട്രക്ചർ സൈഡിൽ. അത് കഴിഞ്ഞ ശേഷം ഒരു പ്ലാന്റിൽ, അതൊരു ബിൽഡിംഗ് ആണല്ലോ, എക്യുപ്മെൻറ്റിന് മുന്നേ അതിന് വെള്ളം ഉണ്ടാവണം, പ്ലംബിംഗ് ലൈൻ, ഇലക്ട്രിസിറ്റിയുടെ ലൈൻ, സേഫ്റ്റി, ഫയർ ആൻഡ് സേഫ്റ്റി ലൈൻ, ഇതെല്ലാം ഇതിനകത്തേക്ക് ഈ ഡിജിറ്റൽ ടിന്നിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ ശേഷം എല്ലാ എക്യുപ്മെൻറ്റുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഡാറ്റയെ കണക്ട് ചെയ്യുകയാണ്. ഇപ്പം സ്റ്റോർ എന്നാണെങ്കിൽ മറ്റേ പർച്ചേസ് ആപ്പ്, ERP ഉണ്ട്, പിന്നെ ലോജിസ്റ്റിക്സ് ആപ്പ് ഉണ്ടാവാം, പിന്നെ ലാബോറട്ടറി എന്നുള്ള ആപ്പ് ഉണ്ടാവാം, ഡാറ്റാസ് ഉണ്ടാവാം. ഇതെല്ലാം നമ്മൾ ഈ ഡാറ്റയിലേക്ക്, ഈ മെറ്റാവേഴ്സിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ 3D ഇമേജ് അല്ല, ഇറ്റ്സ് റിയൽ വർക്കിംഗ് റിപ്ലിക്കയാണ്. ഈവൻ അത് മാത്രമല്ല, മീൻസ് ഒരു പുതിയൊരു ഇൻസ്റ്റാളേഷൻ എന്നുള്ള കൺസെപ്റ്റ് മാത്രമല്ലാണ്ട് തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു പ്ലാന്റ് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈവൻ ഫുഡ് ആൻഡ് ബിവറേജ് തന്നെ ഇപ്പോൾ ആ ലൈനിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഔട്ട്പുട്ട് ഇത്രയാണ്,
അത് മോസ്റ്റ് എഫക്റ്റീവ് ഒപ്റ്റിമൈസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഡാറ്റയും കൂടി നമുക്ക് ഇന്ന് എടുക്കാം. അതെ. മാത്രമല്ല ഇപ്പോൾ ഒരു റണ്ണിങ് പ്രോസസ് ലൈനിൽ നമുക്കിപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അഡീഷണൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് നമ്മൾ എക്സിസ്റ്റിംഗ് ലൈനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി ഷട്ട് ഡൗൺ എടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ ആ പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഈ ട്വിന്നിലേക്ക് പോകുമ്പോൾ നമുക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷട്ട് ഡൗൺ എടുക്കാണ്ട് തന്നെ നമുക്ക് ഒരു റിയൽ വേൾഡ് അല്ലാത്തൊരു നമ്മുടെ ഡിജിറ്റൽ വേൾഡിൽ അതിനെ നമ്മൾ സിമുലേറ്റ് ചെയ്ത് ഈ പുതിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും ഔട്ട്പുട്ട്, ആ ലൈനിൽ തന്നെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഫ്ലെക്സിബിലിറ്റി, പ്രത്യേകിച്ച് ഫ്ലെക്സിബിലിറ്റി. അത് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ഒരേ പ്ലാന്റ് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ മതിയായിരിക്കാം അടുത്ത പ്രൊഡക്റ്റ് ചെയ്യാൻ. അത് നമുക്ക് ഇതിനകത്ത് സിമുലേറ്റ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു എങ്ങനെ ഇത് എന്താണ് ഗൂസ് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ഒരു യൂസർക്ക് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു ഡയറി പ്ലാന്റ് ഓണർ ആണെങ്കിൽ ആൾ എന്ത് ചെയ്യണം, അവരുടെ പ്ലാന്റിലുള്ള എന്തൊക്കെയുണ്ട്, പ്ലാന്റിൻ്റെ അവസ്ഥ എന്താണ്. പലതരം എക്യുപ്മെൻ്റ് ഉണ്ടാവാം. ചിലപ്പോൾ അത് പൂനെയിൽ നിന്ന് മേടിച്ചതായിരിക്കും, ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്തതായിരിക്കാം, ചിലപ്പം കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയതായിരിക്കും, ചിലപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിയതായിരിക്കാം. അതിൻ്റെ ഓട്ടോമേഷൻ ലെവൽ എന്താണ്, ഇതിനെ ഡിജിറ്റലൈസേഷൻ ക്വാളിഫൈ ആവുമോ, ഇതിനകത്ത് പറ്റുമോ എന്നുള്ള ഡൗട്ടുകൾ ഉണ്ടാവാം. ആദ്യം ചെയ്യേണ്ടത് ഗൂസിൻ്റെ അസസ്മെൻറ്റ് ടീമുണ്ട്. ഈ അസസ്മെൻറ്റ് ടീം നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകും, അസസ് ചെയ്യും, നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കും, ഡിജിറ്റലൈസേഷൻ പ്ലാൻ ഉണ്ടാക്കും, നമ്മൾ ആ മെഷീൻ്റെ ഹെൽത്ത് പറയും, ഇതാണ് ഓട്ടോമേഷൻ ലെവൽ, ഇതിന് എന്ത് ചെയ്യാം, ആ എക്സിസ്റ്റിംഗ് മെഷീനിലെ അപ്ഗ്രഡേഷൻ എന്ത് ചെയ്യാം. ചിലപ്പോൾ ഇപ്പോൾ 15-20 ഇയേഴ്സ് ആയിട്ടുള്ള എക്യുപ്മെൻ്റ് ആയിരിക്കാം. ആ എക്യുപ്മെൻറ്റ് ചിലപ്പം ആ എൻറ്റയർ ലൈൻ്റെ പ്രൊഡക്ടിവിറ്റി നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ മെഷീൻ റീപ്ലേസ് ചെയ്യുക എന്ന് നമുക്ക് സജഷൻ കൊടുക്കാം. അത് ഇപ്പോൾ ചെയ്യണമെന്നല്ല, അവരുടെ ഇത് ബഡ്ജറ്റൊക്കെ അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ അസസ്മെൻറ്റ് നടത്തി റിപ്പോർട്ട് കൊടുക്കുന്നു, ആവശ്യമായ ഓട്ടോമേഷൻ ചെയ്യുന്നു, മെഷീൻ അപ്ഗ്രഡേഷൻ നടക്കുന്നു. പിന്നെയാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ആദ്യം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുന്നു. പിന്നെ ഈ എക്യുപ്മെൻറ്റും ഈ കണക്റ്റും തമ്മിലുള്ള കണക്ടിവിറ്റി, IoT കണക്ടിവിറ്റി ചെയ്യുന്നു. സോ ഗ്രാജുവൽ പ്രോസസ്സാണ്. ഇപ്പം ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ അസസ്മെൻ്റാണ്. അത് വളരെ എല്ലാം നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് ആ ഒരു അസസ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നത്. എവിടെയാണ് നിങ്ങളുടെ എക്യുപ്മെൻറ്റിൻ്റെ ഒരു ബേസിക് ഡേറ്റ തരിക, ഒരു കസ്റ്റമറിൻ്റെ ഡേറ്റ തന്നു കഴിഞ്ഞാൽ നമ്മളുടെ എഞ്ചിനീയേഴ്സ് അവിടെ പോയി അസസ് ചെയ്ത് ഒരു റിപ്പോർട്ട്, ഒരു 25 to 30 pages ഉള്ള ഒരു റിപ്പോർട്ട്, ഫിസിക്കൽ റിപ്പോർട്ട് നമ്മൾ അവർക്ക് കൊടുക്കും. ഓക്കെ. സോ അതായത് ഇപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റെപ്പാണ് അനലൈസ് ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല ഗൂസിന് ഇപ്പോൾ ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും അപ്ഗ്രഡേഷൻ, ഡിജിറ്റലൈസേഷന് വേണ്ടിയുള്ള അപ്ഗ്രഡേഷൻ ചെയ്യാൻ ഉള്ള എക്സ്പെർട്ടൈസ് ഓൾറെഡി ഉണ്ട്. ഒരു ടീം തന്നെ അതിനുവേണ്ടി സെറ്റാണ്. ഡിസൈൻ ടീമും അതുപോലെ തന്നെ പ്രോസസ് എക്സ്പേർട്സും ഓൾറെഡി ഈ ടീമിനകത്തുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രോസസ്സും, ഇപ്പോൾ നോട്ട് ഈവൻ ഫുഡ് ആൻഡ് ബീവറേജ്, മറ്റുള്ള ഇൻഡസ്ട്രിയിലൂടെ നമുക്ക് അത്രത്തോളം ഗൂസിന് ചെയ്യാൻ പറ്റുന്നതാണ്. ഫുഡ് ആൻഡ് ബീവറേജ് അല്ലാതെ നമ്മൾ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മറൈൻ ഇൻഡസ്ട്രീസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. സ്പേസ് ആൻഡ് റിസർച്ച്, നമ്മൾ ഇസ്രോ വർക്കുകൾ ചെയ്യുന്നുണ്ട്. കെമിക്കൽ ഇൻഡസ്ട്രി, ടയർ മാനുഫാക്ചറിങ്, പല ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടെ കീ എക്സ്പെർട്ടൈസ് ഫുഡ് ആൻഡ് ബീവറേജിലാണ്. നമ്മളുടെ ഇനീഷ്യൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഫുഡ് ആൻഡ് ബീവറേജ് തുടങ്ങിയിരിക്കുന്നതാണ്. നമ്മളുടെ സ്കിൽസ് ഉണ്ട്, നമുക്കെല്ലാം ചെയ്യാനുള്ള ടീമുണ്ട്. പിന്നെ സിമൻസിൻ്റെ സൗത്ത് ഇന്ത്യയിലെ ചാനൽ പാർട്ട്ണറാണ്. തമിഴ്നാട്, കേരള നമ്മൾ എക്സ്ക്ലൂസീവ് അല്ല, നമ്മൾ വൺ ഓഫ് ദി ചാനൽ പാർട്ട്ണറാണ്. പിന്നെ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ സിമൻസിൻ്റെ സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സിമൻസിൻ്റെ എക്കോസിസ്റ്റം ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മളെ പോലെയുള്ള പാർട്ട്നേഴ്സിന് കൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് അവരുടെ എക്കോസിസ്റ്റത്തിൽ സാധനങ്ങൾ ഡിസൈൻ ചെയ്ത് ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാം. നമ്മുടെ ഇപ്പോൾ എയുടെ സൈഡ് വരുമ്പോൾ തന്നെ ഇതുപോലത്തെ ഡിജിറ്റലൈസേഷൻ വരുമ്പോൾ അത് കസ്റ്റമർ സൈഡിൽ എത്രത്തോളം മീൻസ് അവർക്ക് അതിനകത്ത് ആൾട്രേഷൻസ് വരുത്തേണ്ടി വരുമോ, അല്ലെങ്കിൽ അവരുടെ സൈഡിൽ എക്സ്പെർട്ടൈസ് എത്രത്തോളം വേണ്ടി വരും എന്നുള്ളത് എന്തെങ്കിലും? കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ആക്ച്വലി പലപ്പോഴും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരെ നമുക്ക് ഈ ടെക്നോളജി കൊണ്ട് അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്കത് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ സൈഡിൽ എക്സ്പെർട്ടൈസ് എത്രത്തോളം ഇതിന് ആവശ്യം വരും? അതായത് നമ്മളിപ്പോൾ ഒരു ഡിജിറ്റലൈസേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ സൈഡിലത്തെ എക്സ്പെർട്ടൈസ് കൂടുതൽ, അതായത് ആൾക്കാർ അപ്സ്കിൽ ചെയ്യേണ്ടി വരുമോ എക്സിസ്റ്റിംഗ് ഒരു സിസ്റ്റത്തിൽ? അവർ എക്സ്പെർട്ടൈസ് വേണ്ടി വരുമെന്ന് അവരുടെ സൈഡിൽ നിന്ന് എക്സ്പെർട്ടൈസ് വേണ്ടുന്നെങ്കിലും
കസ്റ്റമറുടെ സൈഡിൽ നിന്നൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു AI പോലുള്ള ഒരു ടെക്നോളജി വരുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളില്ലെങ്കിൽ പോലും നമ്മളുടെ സൈഡിൽ നിന്നൊരു ഒരു സ്റ്റോറി Implement ടെല്ലിംഗ് പോലെ ഇതെങ്ങനെയായിരിക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എയുടെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് പ്രോട്ടോടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു റീസെൻ്റ്ലി നമ്മളൊരു പാസ്ചറൈസർ പ്ലാന്റിൽ PID ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് സജസ്റ്റ് ചെയ്തത് ഒരു സിമുലേഷൻ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ PID അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാമെന്ന് ഒരു ഒപ്റ്റിമൈസേഷൻ PID ഒപ്റ്റിമൈസേഷൻ അങ്ങനെ സിമുലേഷൻ എൻവയോൺമെൻറ്റിൽ നിന്ന് അങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതായിരുന്നു. അപ്പോൾ പക്ഷെ അത് വളരെ ഹൈലി ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ നമ്മളത് AI വെച്ചിട്ട് നമ്മളത് അപ്രോച്ച് ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി അതാണ് പ്രോട്ടോടൈപ്പ്. അപ്പോൾ ആ പ്രോട്ടോടൈപ്പിൽ നിന്ന് പിന്നെ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വീണ്ടും കളക്ട് ചെയ്യും. ആ AI മോഡലിനെ തന്നെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് ഈ PID ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഗൂസിൻ്റെ കൺസെപ്റ്റിൽ നോക്കുമ്പോൾ ആക്ച്വലി സിമുലേഷനിൽ നിന്നേക്കാൾ ബെറ്റർ ആയിട്ട് AI കൊണ്ട് നമുക്ക് ആ PID ഒപ്റ്റിമൈസേഷൻ സോൾവ് ചെയ്യാൻ പറ്റി. അത് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ അതൊക്കെ ആക്ച്വലി നമുക്ക് AI വെച്ച് നോക്കുമ്പോൾ ഞാൻ ഡിജിറ്റലൈസേഷനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്ക് AI കസ്റ്റമേഴ്സിന് നമുക്ക് ഈ പ്രോട്ടോടൈപ്പ് വഴി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് വളരെ അഡ്വാൻറ്റേജ് ആണ് AI. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏകദേശം നമ്മൾ ഒരു കസ്റ്റമർ വ്യൂ പോയിന്റ് ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എല്ലാം. അപ്പോൾ ഒരു ആസ് എ കൺക്ലൂഷൻ നമ്മുടെ ഒരു ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഒരു സൈഫൈ മൂവീസിന്റെ ഒരു പാർട്ട് പോലെയല്ല. ഇപ്പോൾ ഓൾറെഡി വളരെ കസ്റ്റമർ സൈഡിലേക്ക് വരുമ്പോൾ അതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. കോസ്റ്റ് സൈഡ് ആണെങ്കിൽ നമ്മൾ ഈ പറയുമ്പോൾ ടോട്ടൽ ഓൾറെഡി ഓട്ടോമേഷൻ സൈഡ് കംപ്ലീറ്റ് ചെയ്ത ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കോസ്റ്റ് അഡീഷനിൽ ബെറ്റർ പ്രൊഡക്ടിവിറ്റിയും ക്വാളിറ്റി പ്രൊഡക്ട്സ് അല്ലെ പ്രോസസ് ലൈൻസ് ഒപ്റ്റിമൈസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈവൻ അവർക്ക് സ്റ്റിൽ അവർക്കൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിനെക്കുറിച്ച്, ഡൗട്ട്സ് കോമൺ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് ഫോർവേഡ് പോകുമ്പോൾ എപ്പോഴും അതിനകത്ത് വരുന്ന ഒരു കൺസേൺ, അതായത് ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കോസ്റ്റ് യൂസ്ഫുൾ ആവുമോ, അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഡൗട്ട്സ് എല്ലാം വരുന്ന സമയത്ത് അവർക്ക് ഫ്രീ ആയിട്ട് ഗൂസിനെ കോൺടാക്ട് ചെയ്യാം അല്ലെ, ഗൂസ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷനിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് നേരത്തെ ജിതിൻ പറഞ്ഞ പോലെ തന്നെ ഒരു അനാലിസിസ് ടീമിനെ നമുക്ക് സൈറ്റിൽ വിട്ടുകൊണ്ട് ഈവൻ അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യലും അതിൻ്റെ കൂടെ തന്നെ അവർക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. അപ്പോൾ ഡിജിറ്റലൈസേഷൻ എന്തായാലും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ഗ്രീൻ വേൾഡിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ സിംഗപ്പൂർ പോലുള്ള സിറ്റീസൊക്കെ ഓൾറെഡി സിറ്റി പ്ലാനിങ് എല്ലാം ചെയ്യുന്നത് ഡിജിറ്റലൈസേഷൻ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈവൻ നമ്മുടെ കാർ മാനുഫാക്ചറിങ് ഫീൽഡൊക്കെ ആണെങ്കിൽ തന്നെ അവരെല്ലാം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് അവരെല്ലാം ഓൾറെഡി പ്രോസസ് ലൈൻസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഡിജിറ്റൽ ട്വിന്നിൽ ട്രൈ ചെയ്തതിന് ശേഷം, അതായത് പുതിയൊരു മോഡൽ ഇറക്കുന്നതിന് മുന്നേ അത് എക്സിസ്റ്റിംഗ് പ്ലാന്റിൽ ട്രൈ ചെയ്തതിന് ശേഷം, അതായത് എക്സിസ്റ്റിംഗ് പ്ലാന്റ് ഡിജിറ്റൽ ട്വിന്നിനകത്ത് ട്രൈ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സൈഡിലേക്ക് പോകണം. കാരണം ഒരു മില്യൺസ് ആൻഡ് ഒക്കെ ഡോളേഴ്സ് വരുന്ന സംഭവം ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് വരുന്നത് ഡിജിറ്റൽ ചെയ്ത് വളരെ ചെറിയ കോസ്റ്റിൽ ചെയ്തതിന് ശേഷം ട്രയൽ ചെയ്തതിന് ശേഷം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പോൾ ഡിജിറ്റലൈസേഷൻ എന്തായാലും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സസ്റ്റൈനബിൾ വേൾഡിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അതിനകത്തേക്ക് മൂവ് ഫോർവേഡ് ചെയ്യുമ്പോൾ ഗൂസ് അതിന്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് അല്ല എല്ലാവർക്കും സപ്പോർട്ട് കൊടുത്തുകൊണ്ടും വിത്ത് സീമെൻസിന്റെ ഒരു ബാക്ക് സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോകും. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കമ്മിങ് വീഡിയോസിൽ ഇനി ഇതുപോലത്തെ അപ്ഡേറ്റ്സ് നമ്മൾ വരുന്നുണ്ടാവും. ഈ പുതിയ ടെക്നോളജീസും അതുപോലെ ഈ ഇൻഡസ്ട്രിയൽ ഡിജിറ്റലൈസേഷൻ്റെ പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോസ് വരുന്നുണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.